സ്വകാര്യ സ്കൂൾ തൊഴിൽ നയം പരിഷ്കരിച്ച് അബുദാബി സ്വകാര്യ സ്കൂൾ 2026 ഫെബ്രുവരി 1-നകം പുതിയ നിയമം പാലിക്കണം. കോളേജുകളുടെ നിലവാരം നിശ്ചയിക്കൽ ദേശീയ വിദ്യാഭ്യാസ നയ നടത്തിപ്പും മാനദണ്ഡമാക്കുന്നു. ആറ് തസ്തികകൾ നിർബന്ധമാക്കി. നമസ്കാരം, LK എഡ്യൂക്കേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത പഠനാന്തരീക്ഷവും അധ്യാപകർക്ക് മാന്യമായ തൊഴിലും ഉറപ്പിക്കാനായി അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് സ്വകാര്യ സ്കൂൾ തൊഴിൽ നയം പരിഷ്കരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണിത്. ജീവനക്കാരുടെ ജോലി സമയം, പ്രൊബേഷൻ കാലയളവ്, അവധി എന്നിവ സംബന്ധിച്ച അഡക് നിയമം പാലിക്കണം. പ്രൊബേഷൻ 6 മാസം കവിയരുത്. അവധിക്കാലത്തും മുഴുവൻ വേതനവും നൽകണം. അധ്യയന വർഷത്തെ അംഗീകൃത കലണ്ടറിനൊപ്പം ഓരോ സ്കൂളും അവധി ദിനങ്ങളും പ്രവൃത്തി ദിവസങ്ങളും വിശദീകരിക്കുന്ന സ്റ്റാഫ് കലണ്ടർ നൽകണം. ജീവനക്കാരുടെ ജോലി സംബന്ധിച്ച് അതത് സ്കൂളുകൾക്ക് തീരുമാനമെടുക്കാം. പ്രസവാവധി, രോഗാവധി, മരണം, രക്ഷകർത്താവധി, പഠന അവധി, വിശ്രമ അവധി എന്നിങ്ങനെ അർഹതയുള്ള എല്ലാ അവധികളെക്കുറിച്ചും ജീവനക്കാരെ അറിയിക്കണം. വാർഷിക അവധികളും ഇടവേളകളും ഉൾപ്പെടെ അധ്യാപക തൊഴിൽ കരാറുകൾ 2 വർഷത്തേക്കാക്കണം. അഡക് അംഗീകാരമില്ലാതെ അധ്യാപകരെ പിരിച്ചുവിടാൻ സ്കൂളിന് അധികാരമില്ല. രാജിവെക്കാനും പിരിച്ചുവിടാനും അനുമതി നിർബന്ധമാണ്. എന്നാൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞാൽ നോട്ടീസ് കൂടാതെ സ്കൂളുകൾക്ക് പിരിച്ചുവിടാം. 6 തസ്തികകൾ നിർബന്ധമാക്കി. പുതിയ നയപ്രകാരം സ്വകാര്യ സ്കൂളുകളിൽ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഇൻക്ലൂഷൻ മേധാവി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ, സോഷ്യൽ വർക്കർ, നഴ്സ് എന്നീ 6 തസ്തികകളാണ് നിർബന്ധമാക്കിയത്. ഈ തസ്തികയിലുള്ളവർ പ്രവൃത്തി സമയങ്ങളിൽ സ്കൂളിൽ ഉണ്ടാകണം. ഉയർന്ന നിലവാരമുള്ള സ്കൂളുകളിൽ കരിയർ യൂണിവേഴ്സിറ്റി ഗൈഡൻസ് കൌൺസിലർമാരെയും നിയമിക്കണം. 500-ൽ താഴെ വിദ്യാർത്ഥികളുള്ള പുതിയ സ്കൂളുകളിൽ ആദ്യ 5 വർഷത്തേക്ക് മുതിർന്ന അധ്യാപകനെ ആക്ടിംഗ് വൈസ് പ്രിൻസിപ്പലായി നിയമിക്കുവാനും അനുമതി നൽകി. ഓരോ വിഷയങ്ങൾക്കും എല്ലാ ക്ലാസുകളിലേക്കും അധ്യാപകർ ഉണ്ടാകണം. ഒഴിവ് വരുന്ന തസ്തികയിൽ സ്ഥിര നിയമനം നടത്തും വരെ താൽക്കാലിക അധ്യാപകരെ നിയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം ഉറപ്പാക്കണം. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. 2024-25 അധ്യയന വർഷം മുതൽ നയങ്ങൾ പ്രാബല്യത്തിലായെങ്കിലും 2026 ഫെബ്രുവരി 1-നകം നിയമം പാലിക്കാത്ത സ്കൂളുകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ടീച്ചിംഗ് ലൈസൻസ് നിർബന്ധമാക്കി. നേരത്തെ നിയമിച്ച അധ്യാപകർക്ക് ജോലിയിൽ തുടർന്നുകൊണ്ട് ടീച്ചിംഗ് ലൈസൻസ് എടുക്കാൻ 2026-2027 അധ്യയന വർഷം വരെ സാവകാശമുണ്ട്. ബിഎഡ് ഇല്ലാത്തവരാണെങ്കിൽ നിശ്ചിത സമയത്തിനകം യോഗ്യത ഉറപ്പാക്കി അധ്യാപന ലൈസൻസ് നേടിയിരിക്കണം. ഇതിനകം യോഗ്യത നേടാനായില്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ പുതുതായി ജോലിക്ക് ചേർന്ന് 2 വർഷത്തിനകം ലൈസൻസ് എടുത്താൽ മതി. ഈ കാലയളവിൽ ലൈസൻസ് നിർബന്ധമായും എടുത്തിട്ടില്ല എങ്കിൽ അത് ജോലിയെ ബാധിച്ചേക്കും. താൽക്കാലിക നിയമനം അഡക് നിയമപ്രകാരം മാത്രമേ പുതിയ അധ്യാപക അനധ്യാപക റിക്രൂട്ട്മെന്റ് നടത്താവൂ. 6 മാസത്തെ താൽക്കാലിക നിയമനത്തിന് നിബന്ധനകളിൽ ഇളവുണ്ട്. അനധ്യാപക തസ്തികൾക്ക് മാത്രമേ ഈ വ്യവസ്ഥ ബാധകമാകൂ. നിലവിലെ ജീവനക്കാരിൽ ഒരാളാണ് ഉദ്യോഗാർത്ഥിയെങ്കിൽ തൊഴിൽ പരിചയം നിർബന്ധമില്ല. ഈ കാലയളവിൽ പദവിക്ക് മുൻപ് ആക്ടിംഗ് എന്ന് ചേർത്തിരിക്കണം. സേവന കാലയളവ് പ്രവൃത്തി പരിചയമായി കണക്കാക്കും. വിവേചനം പാടില്ല എന്നും അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ്. നിയമനത്തിൽ ജാതി, മത, വംശലിംഗ വൈകല്യ വ്യത്യാസം പാടില്ല. ചില തസ്തികകളിൽ മാത്രം ലിംഗനിയന്ത്രണം ബാധകമാക്കാം. ഭിന്നശേഷിക്കാർക്ക് തുല്യ അവസരം ഉറപ്പാക്കണം. അഡക് പാസ് ഇനി നിർബന്ധം. പുതിയ ജീവനക്കാർക്ക് നിയമന ഉത്തരവ് നൽകുകയും വർക്ക് പെർമിറ്റ് നേടുകയും വേണം. രേഖാമൂലം സമ്മതം നൽകിയാൽ 3 റോളുകളിൽ വരെ ജീവനക്കാരെ നിയമിക്കാൻ സ്കൂളുകൾക്ക് അധികാരമുണ്ട്. ഇതിനു പുറമെ പാഠ്യേതര ഉത്തരവാദിത്തവും നൽകാം. ജീവനക്കാരെല്ലാം സ്റ്റാഫ് ലൈസൻസിംഗ് പോർട്ടലിൽ അഡക് പാസിൽ രജിസ്റ്റർ ചെയ്യണം. ജീവനക്കാരുടെ റോളുകൾ സംബന്ധിച്ച് അഡക് പാസിൽ വ്യക്തമാക്കുകയും വേണം. പഠിപ്പിക്കാൻ കുട്ടികളും. മാതാപിതാക്കളുടെ സമ്മതമുണ്ടെങ്കിൽ നിയമപ്രകാരം ഒഴിവ് സമയ ജോലിയിൽ മുതിർന്ന വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ താൽക്കാലിക ജോലിക്കെടുത്താലും അവരുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിലാകണം. മാതാപിതാക്കളുടെ സമ്മതമുണ്ടെങ്കിൽ നിയമപ്രകാരം ഒഴിവ് സമയ ജോലിയിൽ മുതിർന്ന വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം. സ്റ്റാഫ് കലണ്ടർ നിർബന്ധം. രാജിക്കും അനുമതി വേണം. ജീവനക്കാരുടെ ജോലി സമയം, പ്രൊബേഷൻ കാലയളവ്, അവധി എന്നിവ സംബന്ധിച്ച് അഡക് നിയമം പാലിക്കണം. പ്രൊബേഷൻ 6 മാസം കവിയരുത്. അവധിക്കാലത്തും മുഴുവൻ വേതനവും നൽകണം.
ജീവനക്കാരുടെ ജോലി സമയം, പ്രൊബേഷൻ കാലയളവ്, അവധി എന്നിവ സംബന്ധിച്ച അഡക് നിയമം പാലിക്കണം. പ്രൊബേഷൻ 6 മാസം കവിയരുത്. അവധിക്കാലത്തും മുഴുവൻ വേതനവും നൽകണം. അധ്യയന വർഷത്തെ അംഗീകൃത കലണ്ടറിനൊപ്പം ഓരോ സ്കൂളും അവധി ദിനങ്ങളും പ്രവൃത്തി ദിവസങ്ങളും വിശദീകരിക്കുന്ന സ്റ്റാഫ് കലണ്ടർ നൽകണം. ജീവനക്കാരുടെ ജോലി സംബന്ധിച്ച് അതത് സ്കൂളുകൾക്ക് തീരുമാനമെടുക്കാം. പ്രസവാവധി, രോഗാവധി, മരണം, രക്ഷകർത്താവധി, പഠന അവധി, വിശ്രമ അവധി എന്നിങ്ങനെ അർഹതയുള്ള എല്ലാ അവധികളെക്കുറിച്ചും ജീവനക്കാരെ അറിയിക്കണം. വാർഷിക അവധികളും ഇടവേളകളും ഉൾപ്പെടെ അധ്യാപക തൊഴിൽ കരാറുകൾ 2 വർഷത്തേക്കാക്കണം. അഡക് അംഗീകാരമില്ലാതെ അധ്യാപകരെ പിരിച്ചുവിടാൻ സ്കൂളിന് അധികാരമില്ല. രാജിവെക്കാനും പിരിച്ചുവിടാനും അനുമതി നിർബന്ധമാണ്. എന്നാൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞാൽ നോട്ടീസ് കൂടാതെ സ്കൂളുകൾക്ക് പിരിച്ചുവിടാം. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം കണക്കാക്കുന്ന മാനദണ്ഡത്തിൽ കൂട്ടിച്ചേർക്കലുമായി UGC വിവിധ സഹായ പദ്ധതികൾ അടക്കമുള്ള വികസനത്തിന് ഇതും കൂടി പരിഗണിക്കപ്പെടും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ രീതിയാണ് മാനദണ്ഡത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നയം നടപ്പാക്കാൻ മടിച്ച സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കോളേജുകളുടെയും സർവകലാശാലകളുടെയും നിലവാരം വിലയിരുത്താൻ 2 ഭാഗങ്ങളാണ് പുതിയ സംവിധാനത്തിൽ. ആദ്യത്തേത് എലിജിബിലിറ്റി ക്വാളിഫയർ എന്ന അടിസ്ഥാന യോഗ്യതാ നിർണയമാണ്. ഇതിൽ UGC അംഗീകാരത്തിന് പുറമെ NAC അക്രഡിറ്റേഷൻ, ഐഷ് പോർട്ടൽ രജിസ്ട്രേഷൻ, വിദ്യാർത്ഥി പ്രശ്ന പരിഹാര സമിതി, ആഭ്യന്തര പരാതി പരിഹാര സമിതി, അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് രജിസ്ട്രേഷൻ എന്നിവയടക്കം 11 നിർബന്ധ മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ആദ്യ വിഭാഗത്തിലെ നിബന്ധനകൾ പാലിച്ചാലേ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് കടക്കാനാകൂ. ഇതിൽ ശരി തെറ്റ് എന്ന നിലയിൽ മാത്രമേ പ്രതികരണം രേഖപ്പെടുത്താനുമാകൂ. അനുവദിക്കപ്പെട്ട അധ്യാപക തസ്തികകളിൽ 75% സ്ഥിരം നിയമനമുണ്ടോ എന്നതാണ് ആദ്യ ചോദ്യം. സ്ഥിരം വിഭാഗത്തിൽ ഗസ്റ്റ് വിസിറ്റിംഗ്, പാർട്ട് ടൈം അധ്യാപകരെ കണക്കാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാളവ്യ മിഷനിൽ പരിശീലനം ലഭിച്ച അധ്യാപകർ 75% വേണം എന്നുള്ളതും ഒരു നിബന്ധനയാണ്. നടപ്പുവർഷം കുറഞ്ഞത് 3000 കുട്ടികളുടെ പ്രവേശനം നടന്നിട്ടുണ്ടോ, നിർഫ് റാങ്ക് ഉണ്ടോ, 4 വർഷ ബിരുദത്തിൽ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് രീതി അനുവർത്തിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമുണ്ട്. ആകെ 49 ചോദ്യങ്ങളാണ്. ഇതിൽ 30 എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 13 സർവകലാശാലകൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. സർവകലാശാലകൾക്കുള്ള ചോദ്യങ്ങളിൽ വൈസ് ചാൻസലർ നിയമനം UGC നിബന്ധന പ്രകാരമാണോ എന്നതും ഉൾപ്പെടുന്നു. ഇന്ത്യൻ അറിവ് പാരമ്പര്യത്തെയും പരിസ്ഥിതി പഠനത്തെയും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയോ എന്ന ചോദ്യവും ഇതിലുണ്ട്. മാനദണ്ഡങ്ങൾ സംബന്ധിച്ച അഭിപ്രായങ്ങളും പരാതികളും 30 ദിവസത്തിനകം അറിയിക്കുവാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.